ശ്രീമൻ നാരായണീയം ദശകം 7 ശ്ലോകം 6. കഴിഞ്ഞ 5 ശ്ലോകങ്ങളിലായിട്ട് ബ്രഹ്മാവിൻ്റെ തപസ്സും വൈകുണ്ഠ ദർശനവുമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മദേവൻ ആവിർഭവിച്ചതിന് ശേഷം പ്രപഞ്ച സൃഷ്ടി നടത്തേണ്ടത് എങ്ങനെയെന്ന് ആലോചിച്ചിരിക്കവേ ഭഗവാൻ ബ്രഹ്മദേവന്റെ കാതുകളിൽ തപ തപ എന്ന അശരീരി കേൾപ്പിക്കുകയും ആ കേട്ട വാക്കുകളെ ഭഗവത് വാക്കുകളായി എടുത്തുകൊണ്ട് ബ്രഹ്മദേവൻ തപസ്സനുഷ്ഠിക്കുകയും ചെയ്തു. ഭഗവാൻ അതിൽ സംപ്രീതനായിട്ട് ബ്രഹ്മാവിന് ആ വൈകുണ്ഠ ലോകം കാണിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പൊ ബ്രഹ്മാവ് കണ്ട ആ വൈകുണ്ഠ ലോകത്തെ വർണ്ണിച്ചു. അതിനുശേഷം വൈകുണ്ഠ ലോകത്തിൽ ഭഗവാന്റെ പാർഷദന്മാരായിട്ട് ഇരിക്കുന്ന ഭക്തന്മാരെ അവരെയും വർണ്ണിച്ചു. ഇനി 6ാമത്തെ ശ്ലോകത്തിൽ ലക്ഷ്മി ദേവിയെ ബ്രഹ്മാവ് വൈകുണ്ഠത്തിൽ പ്രത്യക്ഷമായി കാണുന്ന ലക്ഷ്മി ദേവിയെയാണ് ഈ 6ാമത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. നാനാദിവ്യവധുജനേ അഭിവൃതാ വിദ്യുത്ലതാതുല്യയാ വിശ്വോന്മാദനഹൃത്യഗാത്രലതയാ വിദ്യോദിതാ ശാന്തരാ ത്വത്പാദാംബുജസൗരഭൈകകുതുകാ ലക്ഷ്മീ സ്വയം ലക്ഷ്യതി യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തത്തേ പദം ദേഹി മേ. നാനാദിവ്യ വധുജനേ അഭിവൃത വിദ്യുത് ലതാതുല്യയാ വിശ്വ ഉന്മാദന ഹൃദ്യഗാത്രലതയാ വിദ്യോദിത ശാന്തര ത്വത്പാദാംബുജ സൗരഭൈക കുതുകാ ലക്ഷ്മീ സ്വയം ലക്ഷ്യതേ യസ്മിൻ വിസ്മയനീയ ദിവ്യ വിഭവം തത് തേ പദം ദേഹി മേ. അർത്ഥം: നാനാ ദിവ്യ വധുജനേ അഭിവൃത, അനേകം ദിവ്യ സ്ത്രീകൾ ചുറ്റും നിന്ന് സേവിച്ചുകൊണ്ടും ആ വൈകുണ്ഠത്തിൽ ലക്ഷ്മി ദേവിയെയാണ് വർണ്ണിക്കുന്നത്. അനേകം ദിവ്യ സ്ത്രീകൾ ചുറ്റും നിന്ന് ലക്ഷ്മി ദേവിയെ സേവിക്കുന്നു. വിദ്യുത് ലതാ തുല്യയാ വിശ്വോന്മാദന ഹൃദ്യ ഗാത്രലതയാ, അതായത് വിദ്യുത് ലതാ തുല്യയാ, മിന്നൽക്കൊടി പോലെ, അതായത് സമ്പത്തിന്റെ അതിദേവതയായ ലക്ഷ്മി ദേവി മിന്നൽക്കൊടി പോലെയാണെന്നാണ് പറയുന്നത്. അപ്പൊ മിന്നൽക്കൊടി പോലുള്ള, അതുപോലെ വിശ്വോന്മാദന ഹൃദ്യ ഗാത്രലതയ, എല്ലാവരെയും മോഹിപ്പിക്കുന്ന മനോഹരമായ കോമളമായ ശരീരം പൂണ്ട വിദ്യോദിത ശാന്തര ലക്ഷ്മി, എല്ലാ ദിക്കുകളെയും പ്രകാശിപ്പിച്ചു കൊണ്ട് നിൽക്കുന്ന ആ ലക്ഷ്മി ദേവി. ത്വത്പാദാംബുജ സൗരഭൈക കുതുക, ഭഗവാനെ അവിടുത്തെ പാദാരവിന്ദങ്ങളുടെ സൗരഭ്യത്താൽ അത്യാസക്തയായിട്ട്, ഭഗവാന്റെ പാദാരവിന്ദങ്ങളിലെ സൗരഭ്യത്തിൽ ആസക്തിയുള്ളവളായിട്ട്, യസ്മിൻ സ്വയം ലക്ഷ്യതേ, എവിടെയാണോ പ്രത്യക്ഷത്തിൽ കാണപ്പെടുന്നത്, വിസ്മയനീയ ദിവ്യ വിഭവം, ആ ലോകം, ലക്ഷ്മി ദേവിയെ അങ്ങനെ പ്രത്യക്ഷത്തിൽ കാണപ്പെടുന്ന ആ അത്യത്ഭുതകരമായ ദിവ്യ വസ്തുക്കളുള്ള ആ ലോകം, തേ തത്പദം, ഭഗവാനെ അവിടുത്തെ ലോകം, വൈകുണ്ഠ ലോകം, മേ ദേഹി, എനിക്കും നൽകണമേ എന്നാണ്. അപ്പൊ മേൽപ്പത്തൂരിന്റെ പ്രാർത്ഥനയാണ്. ബ്രഹ്മാവ് കാണുന്ന ലക്ഷ്മി ദേവിയെ, വൈകുണ്ഠത്തിൽ പ്രത്യക്ഷത്തിൽ ബ്രഹ്മദേവൻ കാണുന്ന ലക്ഷ്മി ദേവിയെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. നിരവധി ദിവ്യ സ്ത്രീകളാൽ സേവിക്കപ്പെട്ടുകൊണ്ട് മിന്നൽക്കൊടി പോലെ എല്ലാവരെയും മോഹിപ്പിക്കുന്ന മനോഹരമായ കോമളവുമായ ശരീരം കൊണ്ട് ദിക്കുകളെല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ട് ആ ലക്ഷ്മി ദേവി ആ വൈകുണ്ഠത്തിൽ ഭഗവാന്റെ പാദാരവിന്ദങ്ങളുടെ സൗരഭ്യത്തിൽ ആസക്തിയുള്ളവളായി കാണപ്പെട്ടു. അങ്ങനെയുള്ള ലക്ഷ്മി ദേവിയെ കാണുന്ന, പ്രത്യക്ഷത്തിൽ കാണപ്പെടുന്ന, അത്ഭുതമുളവാക്കുന്ന ദിവ്യ വസ്തുക്കൾ നിറഞ്ഞു നിൽക്കുന്ന ആ വൈകുണ്ഠ ലോകം എനിക്കും നൽകണമേ. അതായത് ആ വൈകുണ്ഠത്തിലെ ഭഗവാന്റെ പാർഷദന്മാരായിട്ടുള്ള ആ ഭക്തജനങ്ങളെ പോലെ ഭഗവത് സാരൂപ്യം തനിക്കും തന്ന് അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയും കൂടിയാണ് ആ ശ്ലോകത്തിൽ കാണുന്നത്. ശ്ലോകം 7. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം ഭാസ്വത്കോടില സത്കിരീട കടകാദ്യാം കൽപ്പതി പ്രാകൃതി.
ശ്രീവത്സാങ്കിതമാത്ത കൗസ്തുഭമണി ഛായാരുണം കാരണം വിശ്വേഷാം തവ രൂപമൈക്ഷത വിധി തത്തേ വിഭോ ഭാതുമേ. തത്രയേവം പ്രതിദർശിതേ നിജപദേ രത്നാസനാദ്യാസിതം സനാദ് ആസിതം ഭാസ്വത് കോടില സത്കിരീട കടകാദ്യാം കൽപ്പതി പ്രാകൃതി ശ്രീവത്സാങ്കിതം ആത്ത കൗസ്തുഭമണി ഛായാരുണം കാരണം വിശ്വേഷാം തവ രൂപം ഐക്ഷത വിധി തത്തേ വിഭോ ഭാതുമേ. ഏവം തത്ര ഏവം പ്രദർശിതേ, അതായത് ഏവം തത്ര ഇപ്രകാരം ഭഗവാൻ കാട്ടിക്കൊടുത്ത ആ പ്രദർശിതേ ആ വൈകുണ്ഠ ലോകത്തിൽ നിജപതി, അതായത് ആ ഭഗവാൻ ഇരിക്കുന്ന സ്ഥാനത്ത്, ആ സ്ഥാനത്ത് രത്നസനാദ്യാസിതം രത്നസിംഹാസനത്തിൽ ഇരുന്നരുളുന്നതും ഭാസ്വത് കോടില സത്കിരീട കടകാദ്യാം കൽപ്പതി പ്രാകൃതി, അതായത് 100 സൂര്യന്മാർ ഒരുമിച്ച് നിന്ന് ശോഭിക്കുന്ന അത്രയ്ക്കും ശോഭയുള്ള കിരീടാദികളായ ആഭരണങ്ങളാൽ മിന്നിത്തിളങ്ങുന്നതും ശ്രീവത്സാങ്കിതം ശ്രീവത്സം എന്ന ചിഹ്നം ചേർന്നതും ആത്ത കൗസ്തുഭമണി ഛായാരുണം കൗസ്തുഭരത്നത്തിന്റെ പ്രഭ കൊണ്ട് തൊടുത്തതും വിശ്വേഷാം കാരണം എല്ലാത്തിൻ്റെയും മൂല കാരണവുമായിട്ടുള്ള തവ രൂപം ഭഗവാനെ അവിടുത്തെ ആ രൂപം വിധിഹി, അതായത് ബ്രഹ്മാവ് ഐക്ഷത കണ്ടു. ഹേ വിഭോ തേ തത് മേ ഭാതു, അല്ലയോ സർവവ്യാപിയായ ഗുരുവായൂരപ്പ നിന്തിരുവടിയുടെ ആ രൂപം എനിക്കും തെളിഞ്ഞു തോന്നേണമേ. ഇപ്പൊ മേൽപ്പത്തൂരിന്റെ ഒരു പ്രാർത്ഥന കൂടിയും എല്ലാ വരികളുടെയും അവസാനത്തിൽ വെച്ചിരിക്കുന്നു ഇപ്രകാരം. അപ്പോ ബ്രഹ്മദേവൻ ആദ്യം വൈകുണ്ഠത്തിന്റെ ആ മഹത്വം, ബ്രഹ്മദേവൻ കണ്ട വൈകുണ്ഠ മഹത്വം വർണ്ണിച്ചു. അതിനുശേഷം അവിടെ പാർഷദന്മാരെ കണ്ടതായി വർണ്ണിച്ചു. അതിനുശേഷം ലക്ഷ്മി ദേവിയെ കണ്ടു. ശേഷം ആ ഭഗവാനെ തന്നെ വൈകുണ്ഠത്തിൽ ബ്രഹ്മാവ് കാണുകയാണ്. ബ്രഹ്മാവിന്റെ തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്ത ആ വൈകുണ്ഠ ലോകത്തിൽ ആ രത്നസിംഹാസനത്തിൽ 100 സൂര്യന്മാരുടെ പ്രകാശം അതുപോലെ പ്രകാശിക്കുന്ന കിരീടാദികളായ ആഭരണങ്ങളാൽ മിന്നിത്തിളങ്ങുന്നതും ശ്രീവത്സം എന്ന മറുകോട് ചേർന്നതും കൗസ്തുഭരത്നത്തിന്റെ കാന്തി കൊണ്ട് തൊടുത്തതും എല്ലാത്തിൻ്റെയും മൂലകാരണവുമായിട്ടുള്ള ആ ഭഗവാന്റെ രൂപം ബ്രഹ്മദേവൻ കണ്ടു. മേൽപ്പത്തൂര് പറയാണ്, എന്നിട്ട് അല്ലയോ ഗുരുവായൂരപ്പ ബ്രഹ്മദേവൻ കണ്ട ആ രൂപം എൻ്റെ മനസ്സിലും തെളിഞ്ഞു തോന്നേണമേ. ശ്ലോകം 8. കാളാംഭോദകളായ കോമളരുചി ചക്രേണ ചക്രം ദിശാ ആവൃണ്വാനമുദാരമന്ദഹസിതാ സ്യന്ദപ്രസന്നാനനം രാജത്കംബുഗദാരി പങ്കജധരാ ശ്രീമദ്ഭുജാമണ്ഡലം സ്രഷ്ടുസ്തുഷ്ടികരം വപുസ്തവ വിഭോ മദ്രോഗമുദ്ദാസയേ. കാളാംബോധ കളായ കോമളരുചി ചക്രേണ ചക്രം ദിശാം ആവൃണ്വാന ഉദാരമന്ദഹസിത സ്യന്ദ പ്രസന്നാനനം പ്രസന്ന ആനനം രാജത് കംബുഗദാരി പങ്കജധര ശ്രീമദ് ഭുജാമണ്ഡലം സ്രഷ്ടു തുഷ്ടികരം വപുഹു തവ വിഭോ മദ്രോഗം ഉദ്വാസയേത്. ഹേ വിഭോ, അല്ലയോ സർവശക്തനായ ഭഗവാനെ, കാളാംബോധ കളായ കോമള രുചി ചക്രേണ, അതായത് കാർമേഘം പോലെയും കായാമ്പൂ പൂക്കളുടെ കൂട്ടം പോലെയും കോമളമായ പ്രകാശവലയത്താൽ ദിശാം ചക്രം ആവൃണ്വാനം ദിക്കുകളെല്ലാം മൂടുന്നതും. അപ്പൊ പുതിയ കാർമേഘം പോലെയും കായാമ്പൂ പൂക്കളുടെ കൂട്ടം പോലെയും പ്രകാശം പരത്തിക്കൊണ്ട് ദിക്കുകളെല്ലാം ആ പ്രകാശത്താൽ മൂടുന്നതും ഉദാര മന്ദഹസിത സ്യന്ത പ്രസന്നാനനം സുന്ദരമായ മന്ദഹാസം പൊഴിക്കുന്ന തെളിഞ്ഞ മുഖത്തോടു കൂടിയതും രാജത് കമ്പു ഗദാരി പങ്കജധര
തിളങ്ങുന്ന ശംഖചക്ര ഗദാപത്മങ്ങൾ ധരിച്ച 4 തൃക്കൈകളുള്ളതും, ശ്രീമദ് ഭുജാമണ്ഡലം എന്നാൽ 4 തൃക്കൈകളുള്ളതും, സ്രഷ്ടു തുഷ്ടികരം അതായത് സ്രഷ്ടു ബ്രഹ്മാവിന് സന്തോഷം നൽകുന്നതുമായ തവവു അവിടുത്തെ ആ ശരീരം തിരുമുടൽ, മദ്രോഗം ഉദ്വാസയേത് എൻ്റെ രോഗത്തെ ദൂരീകരിക്കണമേ. അതായത് ആ ഭഗവാനെ വൈകുണ്ഠത്തിൽ ബ്രഹ്മദേവൻ കണ്ട ആ ഭഗവാന്റെ രൂപം തന്നെയാണ് ഈ ഒരു ശ്ലോകവെട്ടിലും വർണ്ണിക്കുന്നത്. അപ്പൊ കായാമ്പൂ പൂക്കളുടെ കൂട്ടം പോലെയും പുതിയ കാർമേഘം പോലെയും ചുറ്റും പ്രകാശം പരത്തി ആ പ്രകാശത്തിന്റെ ഉള്ളിൽ ആ പ്രകാശത്താൽ മൂടി നിൽക്കുന്നതും, സുന്ദരമായ മന്ദഹാസം കൊണ്ട് തെളിഞ്ഞ മുഖത്തോടു കൂടിയതും, അതുപോലെ പ്രകാശിക്കുന്ന ശംഖചക്ര ഗദാ പത്മങ്ങൾ 4 തൃക്കൈകളിലും ധരിച്ചവനുമായ ബ്രഹ്മാവിന് സന്തോഷം നൽകുന്ന ഭഗവാന്റെ ആ തിരുവുടൻ എൻ്റെ രോഗത്തെ പൂർണ്ണമായും ദൂരീകരിക്കണമേ എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ശ്ലോകം 9. വൈകുണ്ഠമൂർത്തിയായ ഭഗവാനോടുള്ള ബ്രഹ്മാവിന്റെ പ്രാർത്ഥന, അതാണ് ഈ ശ്ലോകത്തിൽ നമ്മൾ കാണുന്നത്. ദൃഷ്ട്വാ സംഭൃത സംഭ്രമ കമലഭൂസ്ത്വത്പാദപാധോരുഹേ ഹർഷാവേശവശം വദോ നിപതിതാ പ്രീത്യാ കൃതാർത്തി ഭവൻ. ജാനാസ്യേവ മനീക്ഷിതം മമ വിഭോ ജ്ഞാനം തദാ ബാധയാ ദ്വൈതാദ്വൈത ഭവത്സ്വരൂപപരം ഇത്യാജഷ്ടതം ത്വാം ഭജേ. ദൃഷ്ട്വാ സംഭൃത സംഭ്രമ കമലഭൂ ത്വത്പാദപാധോരുഹേ ഹർഷാവേശ വശം വദഃ നിപതിതഃ പ്രീത്യാ കൃതാർത്തി ഭവൻ. ജാനാസി ഏവ മനീഷിതം മമ വിഭോ ജ്ഞാനം തദാപാദയാ ദ്വൈത അദ്വൈത ഭവത് സ്വരൂപപരം ഇതി ആചഷ്ട തം ത്വാം ഭജേ. ദൃഷ്ട്വാ വൈകുണ്ഠമൂർത്തിയായ ഭഗവാനെ കണ്ടപ്പോൾ സംഭൃത സംഭ്രമഃ പരിഭ്രമിച്ച മനസ്സോടെ കമലഭൂ ആ ബ്രഹ്മദേവൻ ത്വത്പാദപാധോരുഹേ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ഹർഷാവേശവശംവതഃ പരമാനന്ദ പരവശനായിട്ട്, അതായത് അത്യധികം സന്തോഷത്തോടെ നിപതിത വീണ് നമസ്കരിച്ചു. എന്നിട്ട് പ്രീത്യാ കൃതാർത്തി ഭവൻ സന്തോഷിച്ച് വളരെ സന്തോഷത്തോടെ കൃതാർത്ഥനായിട്ട് വിനയാന്വിതനായിട്ട് ഇപ്രകാരം പറഞ്ഞു. ഹേ വിഭോ, അല്ലയോ സർവാന്തര്യാമിയായ ഭഗവാനെ, മമ മനീഷിതം എൻ്റെ ആഗ്രഹം എന്താണെന്ന് ജാനാസി ഏവ അങ്ങ് അറിയുന്നുണ്ട്, അത് തീർച്ചയാണ്. എന്നാലും ദ്വൈത അദ്വൈത ഭവത് സ്വരൂപപരം അങ്ങയുടെ ദ്വൈതവും അദ്വൈതവുമായ, അതായത് പ്രപഞ്ചവും ബ്രഹ്മവുമായിട്ടുള്ള 2 വിധത്തിലുള്ള അവിടുത്തെ സ്വരൂപത്തെക്കുറിച്ച് തത് ജ്ഞാനം ആ ശരിയായ ജ്ഞാനം ആപാതയാ എനിക്ക് ഉണ്ടാക്കി തരണമേ. മനസ്സിലായോ? ഭഗവാന്റെ ആ ദ്വൈതവും അദ്വൈതവുമായ ഭാവത്തെക്കുറിച്ചുള്ള ആ 2 വിധത്തിലുള്ള ഭാവത്തെക്കുറിച്ചുള്ള ശരിയായ ജ്ഞാനം എനിക്ക് ഉണ്ടാക്കി തരണമേ. ഇതി ആജഷ്ട ഇപ്രകാരം ബ്രഹ്മദേവൻ പ്രാർത്ഥിച്ചു. തം ത്വാം ഭജേ അങ്ങനെയുള്ള ഭഗവാനെ ഞാനും ഇതാ ഭജിക്കുന്നു എന്ന് മേൽപ്പത്തൂർ ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. അപ്പോ വൈകുണ്ഠത്തിൽ ഭഗവാനെ കണ്ട മാത്രയിൽ അത്യധികം സന്തോഷത്തോടുകൂടി ബ്രഹ്മദേവൻ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ചു. എന്നിട്ട് സന്തോഷം നിറഞ്ഞ മനസ്സോടെ വിനയാന്വിതനായിട്ട് ഭഗവാനോട് പറഞ്ഞു, അല്ലയോ സർവാന്തര്യാമിയായ ഭഗവാനെ, എല്ലാവരുടെയും അകത്തും പുറത്തും എന്താണെന്ന്, നമ്മൾ ഓരോ സർവചരാചരങ്ങളായിരിക്കുന്നതും ഭഗവാൻ തന്നെ, അതുപോലെ ഓരോ ജീവസത്തകളുടെ ഉള്ളിൽ എന്താണെന്നും മനസ്സിൽ എന്താണെന്നും മുഴുവനായും പൂർണ്ണമായും അറിയുന്ന ഭഗവാനെ, എൻ്റെ ആഗ്രഹം എന്താണെന്ന്, ഞാൻ എന്തിനു വേണ്ടിയാണ് തപസ് ചെയ്തത്, എൻ്റെ മനസ്സിൽ എന്താണ് ആഗ്രഹമെന്ന് അങ്ങ് അറിയുന്നുണ്ട്, അതെനിക്കറിയാം. ബ്രഹ്മദേവൻ പറയാണ്, അതെനിക്കറിയാം. എങ്കിൽ പോലും അങ്ങയുടെ ആ ദ്വൈതവും അദ്വൈതവുമായ 2 വിധത്തിലുള്ള ഭാവത്തെക്കുറിച്ചുള്ള അറിവ് എനിക്ക്, ആ ശരിയായ ജ്ഞാനം അങ്ങ് എനിക്ക് നൽകി അനുഗ്രഹിക്കണേ എന്ന് പറയാണ്. അതായത് ആ ഭഗവാൻ മായയെ ഉൾക്കൊണ്ടിട്ട് പല വിധത്തിലുള്ള രൂപത്തെ കൈക്കൊണ്ട് അങ്ങനെയുള്ള ഭഗവാന്റെ അദ്വൈത രൂപത്തെക്കുറിച്ചുള്ള അറിവുണ്ടായാലേ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. ബ്രഹ്മദേവന്റെ ആഗ്രഹം പ്രപഞ്ച സൃഷ്ടി നടത്തുക എന്നതാണ്, ആ കർമ്മം ചെയ്യുക എന്നതാണ്. അതിന്
പ്രപഞ്ചത്തിന്റെ രൂപം എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഭഗവാനാണ് ആ പ്രപഞ്ചമായിട്ട് പലവിധ എല്ലാ ജീവസത്തകളായും പല വിധത്തിലുള്ള ചരാചരങ്ങളായിട്ടുമുള്ള ആ രൂപങ്ങളെ സ്വീകരിച്ചത്. അത് മായയോട് കലർന്നിട്ട് ഭഗവാൻ സ്വീകരിച്ചതാണ് ഈ നാനാവിധത്തിലുള്ള സർവചരാചരങ്ങളും. അപ്പൊ അതറിയണമെങ്കിൽ ഭഗവാന്റെ ആ ദ്വൈതഭാവത്തെ അറിയണം. എന്നാൽ മാത്രമേ ആ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അദ്വൈത ഭാവത്തെ, അതായത് എല്ലാം ഈ ഭൗതികവും ആത്മീയവുമായ എല്ലാത്തിൻ്റെയും മൂലകാരണം ആ ഭഗവാൻ തന്നെ എന്നുള്ള, എല്ലാം ഒന്നാണെന്നുള്ള ആ അദ്വൈത ഭാവത്തെ മനസ്സിലാക്കിയാൽ, ശരിയായി അറിഞ്ഞാൽ മാത്രമേ ചെയ്യുന്ന കർമ്മത്തിന് കർമ്മബന്ധം ഉണ്ടാവാതെ ഇരിക്കുകയുള്ളൂ. മനസ്സിലായ? ആ സകലതും ഒന്നാണെന്ന് അറിയുമ്പോൾ മാത്രമേ, ആ അദ്വൈതത്തെ അറിഞ്ഞാൽ മാത്രമേ ചെയ്യുന്ന കർമ്മം കർമ്മബന്ധമില്ലാതെ, പ്രാരാബ്ധമില്ലാതെ ആ കർമ്മത്തെ അനുഷ്ഠിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഭഗവാന്റെ ദ്വൈതവും അദ്വൈതവുമായ ഭാവത്തെക്കുറിച്ചുള്ള ആ ശരിയായ ജ്ഞാനം എനിക്ക് ഉണ്ടാകാൻ ഭഗവാൻ എന്നെ അനുഗ്രഹിക്കണേ എന്ന് ബ്രഹ്മദേവൻ പ്രാർത്ഥിച്ചത്. അങ്ങനെ ബ്രഹ്മദേവനാൽ പ്രാർത്ഥിക്കപ്പെട്ട ഭഗവാനെ ഞാനും ഇതാ നമസ്കരിക്കുന്നു എന്നാണ് മേൽപ്പത്തൂർ പറഞ്ഞു വച്ചത്. ശ്ലോകം 10. ആതാമ്രേ ചരണേ വിനമ്രമധതം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധസ്തേ ഭവിത ന സർഗവിധിഭി ബന്ധോഭി സഞ്ജായതേ ഇത്യാഭാഷ്യഗിരം പ്രദോഷ്യ നിതരാം തച്ചിത്തഘോടസ്വയം സൃഷ്ടൗ തം സമുദൈരയ സ ഭഗവൻ ഉല്ലാസയോല്ലാഘദാം. ആതാമ്രേ ചരണേ വിനമ്രം അധഃ തം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധഃ തേ ഭവിതാ ന സർഗവിധിഭിഃ ബന്ധഃ അഭി സഞ്ജായതേ. ബന്ധോഭി എന്നാൽ ബന്ധഃ അഭി സഞ്ജായതേ. ഇതി ആഭാഷ്യ ഗിരം പ്രദോഷ്യ നിതരാം തച്ചിത്തഗൂഢഃ സ്വയം സൃഷ്ടൗ തം സമുദൈരയഃ സ ഭഗവൻ ഉല്ലാസയ ഉല്ലാഘതാം. അതായത് അങ്ങനെ തൻ്റെ മുന്നിൽ വീണ് നമസ്കരിക്കുന്ന ബ്രഹ്മദേവനെ ഭഗവാൻ അനുഗ്രഹിക്കുന്നതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അധഃ അതിനുശേഷം, അതായത് ബ്രഹ്മാവ് ഭഗവാനോട് ആവശ്യപ്പെട്ടുവല്ലോ തനിക്ക് ആ ജ്ഞാനം ഉണ്ടാക്കി തരണമേ എന്ന്. അതിനുശേഷം ആ താമ്രേ ചരണേ വിനമ്രം തം, അതായത് ആ താമ്രേ ചരണേ, അതായത് താമരപ്പൂ പോലെ ചുവന്ന് ശോഭിക്കുന്ന ചരണേ പാദങ്ങളിൽ, ഭഗവാന്റെ ആ പാദങ്ങളിൽ വിനമ്രം തം വീണ് നമസ്കരിക്കുന്ന ആ ബ്രഹ്മാവിനെ ഹസ്തേന ഹസ്തേ സ്പൃശൻ തൻ്റെ കൈകൊണ്ട് ബ്രഹ്മാവിന്റെ കൈകളിൽ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് തേ ബോധഃ ഭവിത അങ്ങേക്ക് ആ ജ്ഞാനം ഉണ്ടായിക്കൊള്ളും എന്ന് അനുഗ്രഹിച്ചു. ആ ഭഗവാന്റെ ദ്വൈതവും അദ്വൈതവുമായ ഭാവത്തെക്കുറിച്ചുള്ള ശരിയായ ജ്ഞാനം അങ്ങേക്ക് തീർച്ചയായും ലഭിക്കുമെന്ന് പറഞ്ഞ് ബ്രഹ്മദേവനെ അനുഗ്രഹിച്ചു. എന്നിട്ട് സർഗവിധിഭിഹി ബന്ധ അഭിന സഞ്ജായതേ, അതായത് അങ്ങ് സൃഷ്ടികർമ്മം നടത്തുന്നത് കൊണ്ട് കർമ്മബന്ധം അങ്ങേക്ക് അഭിന സഞ്ജായതേ ഒരിക്കലും ഉണ്ടാവുകയുമില്ല എന്നാണ്. ഏതൊരു കർമ്മത്തിനും പ്രാരാബ്ധം കർമ്മബന്ധം ഉണ്ടല്ലോ. പക്ഷെ അങ്ങ് ഈ സൃഷ്ടികർമ്മം നടത്തുന്നത് കൊണ്ട് അങ്ങേക്ക് ഒരിക്കലും ഒരു കർമ്മബന്ധം ഉണ്ടാവുകയുമില്ല എന്ന് അനുഗ്രഹിച്ചു. ഇതി ഗിരം ആഭാഷ്യ ഇപ്രകാരമുള്ള വാക്കുകൾ പറഞ്ഞിട്ട് നിതരാം പ്രദോഷ്യ ബ്രഹ്മദേവനെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ചിട്ട് സ്വയം തച്ചിത്തഗൂഢ ആ ബ്രഹ്മാവിന്റെ മനസ്സിൽ, ഭഗവാൻ സ്വയം ആ ബ്രഹ്മാവിന്റെ മനസ്സിൽ മറഞ്ഞിരുന്നു കൊണ്ട് തം സൃഷ്ടൗ സമുദൈരയ ബ്രഹ്മാവിനെ സൃഷ്ടികർമ്മം നടത്താൻ പ്രേരിപ്പിച്ചു. ഭഗവൻ സഹ അല്ലയോ ഭഗവാനെ, അങ്ങനെയുള്ള ഭഗവാനെ ഉല്ലാഘതാം ഉല്ലാസയ എൻ്റെ ആരോഗ്യത്തെ അങ്ങ് ഉല്ലാസയ വർദ്ധിപ്പിച്ചു തരേണമേ എന്ന്. അപ്പോൾ മേൽപ്പത്തൂർ പറയാണ്, ബ്രഹ്മദേവൻ ഭഗവാനോടായിട്ട് ആവശ്യപ്പെട്ട കാര്യം എൻ്റെ ഉള്ളിൽ എന്താണെന്ന് അങ്ങേക്കറിയാം, എങ്കിലും അങ്ങയുടെ ദ്വൈതവും അദ്വൈതവുമായ സ്വരൂപത്തെക്കുറിച്ച് ശരിയായ ജ്ഞാനം അങ്ങ് എനിക്ക്
പകർന്നു നൽകണേ എന്നാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെ തൻ്റെ മുന്നിൽ വീണ് നമസ്കരിച്ച ബ്രഹ്മദേവനെ ഭഗവാൻ സ്വന്തം കൈകൾ കൊണ്ട് ബ്രഹ്മാവിൻ്റെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ആ ശരിയായ ജ്ഞാനം അങ്ങേക്ക് ഉണ്ടായിക്കൊള്ളും. അത് മാത്രമല്ല, ആ ജ്ഞാനത്തിൽ നിന്നുകൊണ്ട് അങ്ങ് ഈ സൃഷ്ടികർമ്മം നടത്തുമ്പോൾ അങ്ങേക്ക് ഈ കർമ്മം ചെയ്യുന്നത് കൊണ്ടുള്ള കർമ്മബന്ധം ഒരിക്കലും ഉണ്ടാവുകയുമില്ല എന്ന് പറഞ്ഞ് ബ്രഹ്മാവിനെ അനുഗ്രഹിച്ച് അദ്ദേഹത്തിനെ സന്തോഷിപ്പിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് ആ രഹസ്യമായിട്ട് ഗൂഢമായി ആ ബ്രഹ്മദേവന്റെ മനസ്സിനകത്ത് കയറിയിരുന്ന് മറഞ്ഞിരുന്നു കൊണ്ട് ആ മനസ്സിനെ ചലിപ്പിക്കുന്ന ശക്തിയായി മറഞ്ഞിരുന്നു കൊണ്ട് ബ്രഹ്മാവിന്റെ മനസ്സിൽ സൃഷ്ടികർമ്മം നടത്താനായിട്ട് പ്രേരണ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെയുള്ള ഭഗവാനെ, അങ്ങ് എൻ്റെ ആരോഗ്യത്തെ കൂടി ഒന്ന് വർദ്ധിപ്പിച്ചു തരണേ, എനിക്കും നല്ല ആരോഗ്യം, രോഗമൊക്കെ ശമിച്ച് നല്ല ആരോഗ്യം ഉണ്ടാക്കി തരണേ എന്ന് മേൽപ്പത്തൂർ ഇവിടെ ഒരു പ്രാർത്ഥനയും കൂടി വെച്ചിട്ട് ഈ ദശകം 7 ഇവിടെ അവസാനിക്കുകയാണ്.